ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും ജഗദീശ്വരി, പ്രപഞ്ചമാകുന്ന ജഗദീശ്വരി ആ മാതാവ് കാരുണ്യത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും മാതാവിനെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ലോകമാസകലം സുഖമുണ്ടാവട്ടെ. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും പരിപൂർണമായിട്ടുള്ള ശുദ്ധി ഉണ്ടാവട്ടെ. ആ ശുദ്ധി ഈശ്വരോന്മുഖവുമായി വളരട്ടെ. അറിവിൻ്റെ ഒരു ശുദ്ധി ഉണ്ടാവട്ടെ, ദയയുടെ ശുദ്ധി ഉണ്ടാവട്ടെ, കരുണയുടെ ശുദ്ധി ഉണ്ടാവട്ടെ, കാരുണ്യത്തിൻ്റെ ശുദ്ധി ഉണ്ടാവട്ടെ, സ്നേഹത്തിൻ്റെ ശുദ്ധി ഉണ്ടാവട്ടെ. അപ്രകാരമുള്ള നാദങ്ങൾ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുണയുടെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും കനിവിൻ്റെയും വാക്കുകൾ ഉണ്ടായി ആ പ്രപഞ്ചേശ്വരിയായിട്ടിരിക്കുന്ന മാതാവിൻ്റെ ബ്രഹ്മത്തിൽ ആ ശബ്ദം അലയടിക്കട്ടെ. എല്ലാ മനുഷ്യരും നല്ലത് കാണുവാനായിക്കൊണ്ട് പ്രാർത്ഥിക്കണം, നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് പ്രാർത്ഥിക്കണം, നല്ലത് കിട്ടുവാനായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ കൊടുക്കുന്നത് നല്ലതായി തീരുവാനായിക്കൊണ്ട് പ്രവർത്തിക്കണം, നല്ലത് ചെയ്യുവാനായിക്കൊണ്ട് പ്രാപ്തയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം, സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം, സന്തോഷപരമായിട്ടുള്ളൊരു ജീവിതം, അങ്ങനെ ഒരു ആനന്ദപരമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേണ്ടതായിട്ടില്ല. ഒന്ന് ചിന്തിച്ചുകൂടെ അവർക്കും? അതല്ലേ ഒരു കലാകാരൻ്റെ കലാവൈവിധ്യം? അങ്ങനെ ജീവിച്ച് നമ്മൾ കാണിക്കണം. ഒരു മനുഷ്യൻ്റെ കർത്തവ്യം എന്താണോ ആ മനുഷ്യനിൽ കർത്തവ്യം ഏതെല്ലാം തരത്തിലുള്ള കർത്തവ്യങ്ങളുണ്ട്. മാതൃപരിരക്ഷ, പിതൃപരിരക്ഷ, സഹോദര പരിരക്ഷ, സഹോദരീ പരിരക്ഷ, ഇതെല്ലാം നമ്മളിൽ നിന്ന് അവർക്കൊരു രക്ഷയായി തീരണമെന്ന് പറയുന്നു. അതിന് നമ്മൾ അകമഴിഞ്ഞ പ്രവർത്തനത്തിലൂടെ, ധർമ്മനിഷ്ഠയിലൂടെ നമ്മളുടെ കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയും ആ ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ നിന്നും കിട്ടുന്ന ആ നല്ലതായിട്ടുള്ളവർ നമ്മുടെ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും സഹോദരന്മാർക്കുമായിക്കൊണ്ട് നൽകിക്കൊണ്ട് നമ്മുടെ സമൂഹം വളരണം. മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായി വളരണം, മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വളരണം. അത് മതത്തിൽ നിന്നുകൊണ്ട് ആവാം, സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ആവാം, ഏതിലും ആവാം. എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു, അതാകുന്നതും ഞാൻ തന്നെ, ഇതാകുന്നതും ഞാൻ തന്നെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ മതത്തിലും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. തെറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെ, ശരി ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെ, എന്നാൽ ഇതൊന്നും ഞാനല്ല താനും. അങ്ങനെ പറയുമ്പോൾ എന്താ? തെറ്റ് ചെയ്യുന്നതും ഞാൻ തന്നെ, ശരി ഇതെല്ലാം ഞാൻ തന്നെ, എന്നാൽ ഇതൊന്നുമല്ല ഞാനെന്ന് പറയുന്നത് തത്വത്തോട് അതിൻ്റെ ഒരു ഉദാഹരണം എന്താണ്?
ശുദ്ധബോധം കൊണ്ട് പരമാത്മാവായി ജനിച്ചിട്ടുള്ള ഓരോ മനുഷ്യരിലും ആ ശുദ്ധബോധം ഉൾക്കൊള്ളുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ. പലതരത്തിൽ നാമങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ഒന്ന് മാത്രം. മനുഷ്യൻ്റെ പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ആ മനുഷ്യൻ എന്തെല്ലാം തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നു, അതിലെന്തെല്ലാമാണോ അവൻ്റെ കർത്തവ്യമായി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവനിൽ കൽപ്പിച്ചിട്ടുള്ള ആ കൽപ്പന, ആ കർത്തവ്യം അവൻ കണ്ട് വളർന്ന് അവൻ ആയതിൽ നിന്നും നേടുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമെന്തോ അത് നല്ലതായിരുന്നാൽ ഞാനാണ്, അതിൽ ധർമ്മമുണ്ടോ അത് ഞാനാണ്, അതിൽ സത്യമുണ്ടോ അത് ഞാനാണ്, അതിൽ കൃപയുണ്ടോ കരുണയുണ്ടോ കാരുണ്യമുണ്ടോ അത് ഞാനാണ്, അതെല്ലാം ഞാൻ തന്നെയാണ്. എന്നാലോ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധമുണ്ടായ മനുഷ്യൻ തെറ്റായിരുന്നാലും ആ തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ആയതിലൂടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ചെയ്യുന്നത് അത് ആരുടെ കുറ്റം കൊണ്ടാണ്? അറിഞ്ഞിട്ടുള്ളവനിൽ നിന്നും ഉണ്ടാകുന്ന അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന അശുദ്ധമായിട്ടുള്ള ആ ജീവിത രീതിയോ പ്രവർത്തന രീതിയോ ഒരിക്കലും ആ ബോധം സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ആ ബോധത്തോടു കൂടി പോകുന്നവന് ആ ശുദ്ധബോധം വീണ്ടും അതിനെ തിരിച്ച് അവനിലേക്ക് തന്നെ ഇട്ടുകൊടുത്ത് മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതിലും പരിചരിക്കാത്തതിലും അന്നപാനീയങ്ങൾ കൊണ്ട് അവരിലൂടെ സഹകരിക്കാതെ പോകുന്നവരെയും അവരുടെ വയ്യായ്മയുള്ള കാലഘട്ടത്തിൽ അവരെ പരിചരിക്കാത്തവരെയും ആ ശുദ്ധബോധം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ആ പ്രകൃതി മാതാവ് അല്ലെങ്കിൽ പ്രപഞ്ചേശ്വരി, ഭുവനേശ്വരി നമുക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങളെല്ലാം ഇത് തന്നെയാണ്. നല്ലതായി തീരുവാനായിക്കൊണ്ട് ആരാണോ ശ്രമിക്കുന്നത്, എല്ലാവരും നല്ലതായി തീരുവാനായിക്കൊണ്ട് ആരാണോ ആഗ്രഹിക്കുന്നത്, അവരിലൂടെ ഞാനും അവിടമുണ്ടാകുന്നു. ആരാണോ ആ മഹേശ്വരി നല്ലത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ അമ്മയും നിലകൊള്ളുന്നു. അവരെവിടെയൊക്കെയാണോ നിലകൊള്ളുന്നത്, അവർ ഭൂമിയിലാവാം, അവർ വീട്ടിലാവാം, അവർ ടൗണുകളിലാവാം, അവർ മണ്ണിലാവാം, വിണ്ണിലാവാം, എവിടെയുമാവാം. അവരെവിടെ നിലകൊള്ളുന്നു അവിടം ആ പ്രകൃതീശ്വരി അവർക്ക് ആനന്ദം പകർന്നുകൊണ്ട് അവരുടെ കൂടെ അവിടെ തന്നെ വസിക്കുന്നു. എവിടെയാണോ നീ ഇരിക്കുന്നത് മകനെ, അവിടെ ഞാനുമുണ്ട്. എവിടെയാണോ മകനെ നീ പോകുന്നത്, അവിടെയും ഞാനുണ്ട്. ഞാനില്ലാത്തത് എവിടെയാണോ മകനെ, ഞാനില്ലാത്തത് എവിടെയുമില്ല. എവിടെയാണോ മകനുള്ളത് അവിടെ ഞാനുണ്ട്. ഞാൻ അവിടെ ഇല്ലെങ്കിൽ മകനും അവിടെ ഇല്ല എന്നമ്മ പറയും. പ്രപഞ്ചം ഇല്ലാത്ത എവിടെയെങ്കിലും ഉണ്ടോ? ഈ പ്രകൃതി ഉണ്ടായതുകൊണ്ടല്ല നമ്മൾ ഈ പ്രകൃതിയിലൊക്കെ സഞ്ചരിക്കുന്നതും നടക്കുന്നതും, ആകാശത്തു കൂടെ നടക്കുന്നതും ഭൂമിയിലൂടെ നടക്കുന്നതൊക്കെ പ്രകൃതി ഉണ്ടായതുകൊണ്ട്. ഈ പ്രകൃതി ഇല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ പോവാം. അതാണ് അമ്മ കാണിച്ചു തരുന്നത്. നമുക്ക് എവിടെയെങ്കിലും അമ്മയില്ലാത്തടത്ത് എവിടെയെങ്കിലും പോകാനായിക്കൊണ്ട് സാധിക്കുമോ? ഇല്ല. അങ്ങനൊരു ഇടവും ഇല്ല. അവിടെ ഞാനെന്നുള്ളൊരു ഭാവവുമില്ല.
എല്ലായിടത്തും ഉള്ളത് ആ ഒന്ന് തന്നെയാണ്, പരമമായ സത്ത. ആ സത്ത തന്നെയാണ് ഞാനെന്ന് നീ അറിയണം, അറിഞ്ഞ് വളരണം. അതറിഞ്ഞു പോയാൽ ഒരു കുഞ്ഞിനെ പോലും അറിഞ്ഞും അറിയാതെയും നോവിക്കാനായിക്കൊണ്ട് നമുക്ക് സാധിക്കില്ല. കാരണം ഞാൻ തന്നെയാണ് അവിടെയും. അവരുടെ വിഷമം തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള വിഷമവും തിരിച്ചറിയുന്നു. നമ്മൾ പിന്നെ ആരെയാണ് എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് വീണ്ടും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുന്നു, പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നു, മാതാവിലേക്ക് നോക്കുന്നു. ഇത് നീ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്രകാരം നീ കണ്ടു കഴിഞ്ഞാൽ, നീ എന്നിൽ കൃപയുള്ളവനായി മാറുന്നു. എന്താണ് ഭിക്ഷയെന്നും ഭിക്ഷയായി എന്താണ് സ്വീകരിക്കേണ്ടതെന്നും നീ അറിയാതെ ഭിക്ഷയായി എന്താണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും നീ അറിയുമ്പോൾ, നീ ഭിക്ഷ കൊടുക്കുവാനായിക്കൊണ്ടുള്ളൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ഭിക്ഷ ഭക്ഷണമായി, അന്നപാനീയങ്ങളായി, വസ്ത്രങ്ങളായി, മരുന്നുകളായി, പാർപ്പിടമായി ആർക്കൊരുക്കി കൊടുക്കണം? മാതാപിതാക്കൾക്ക് ഒരുക്കി കൊടുക്കണം. മാതാപിതാക്കൾക്ക് സുഖത്തിൽ കിടക്കണം. അവരുടെ വയ്യാത്ത കാലത്ത് നമ്മളെ മലമൂത്ര വിസർജനാദികളിൽ നിന്ന് സംരക്ഷിച്ച് പരിപാലിച്ച് കഴുകുകയും മെഴുകുകയും നമ്മളെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് വഴിയായികയായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ അവരെ ശുശ്രൂഷിക്കണം. ആകും പ്രകാരം ശുശ്രൂഷിക്കണം. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവരിലൊരു സന്തോഷം ജനിപ്പിക്കത്തക്ക രീതിയിലൂടെ വളരുകയും വേണം. നിങ്ങളാകുന്ന മക്കൾ പുറത്തു പോകുമ്പോൾ ആ മക്കൾ തിരിച്ചു വരുന്നത് വരേക്കും ആ മാതാപിതാക്കൾക്കൊരു സമാധാനവും ഉണ്ടാകില്ല. വീട് വിട്ടു പോയിട്ടുള്ള മകനെ കാണുന്നില്ല, അല്ലെങ്കിൽ മകളെ കാണുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ കാണുന്നില്ല, അച്ഛനെ കാണുന്നില്ല, അല്ലെങ്കിൽ അമ്മയെ കാണുന്നില്ല, അല്ലെങ്കിൽ ഭാര്യയെ കാണുന്നില്ല. അവർ വരുന്നത് വരേക്കും ഒരാദിയാണ്, ഒരു ചൂടാണ്, ഒരു സ്വസ്ഥതയില്ല. അവർ വന്ന് കാണുമ്പോഴേ ആ മനസ്സിനൊരു കുളിർമ ഉണ്ടാവുകയുള്ളൂ. അതാണ് മാതൃഭാവം. പിതൃഭാവം. മനുഷ്യനിൽ നിലകൊള്ളുന്ന ഭാവങ്ങൾ അങ്ങനെയാണ്. അപ്രകാരമുള്ള വീട്ടിലേക്ക് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ മനുഷ്യനെന്നുള്ള ഒരു കർത്തൃത്വബോധം ജനിപ്പിച്ചുകൊണ്ട് നാട്ടിലുടനീളം പോകുന്ന ഭാഗങ്ങളിലെല്ലാം ഇടപെടലുകളുടെയും സത്യസന്ധമായിട്ടുള്ള ജീവിത രീതിയും ധർമ്മനിഷ്ഠയോടു കൂടിയിട്ടുള്ള ജീവിത രീതിയും കണ്ടുകൊണ്ടും നല്ലത് കൊണ്ടുകൊണ്ടും നല്ലത് കൊടുത്തുകൊണ്ടും നല്ലത് വാങ്ങിക്കൊണ്ടും ആണ് നമ്മൾ തിരിച്ചു വരേണ്ടത്, വീട്ടിലേക്ക് വരേണ്ടത്. അല്ലാതെ കണ്ട് അവിടെയും ഇവിടെയും പോയി ഏതെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മയിലൂടെ നടക്കുന്നവരുമായി കൂടിച്ചേർന്ന് താനും ആ അറിവില്ലായ്മക്കാരുടെ ഇടയിൽ പെട്ടുകൊണ്ട് അവരിലൊരാളായി മാറി അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മിൽ ജനിപ്പിക്കുകയും ആയതിൽ നിന്ന് പിന്നീട് നമുക്കൊരു വിഷമങ്ങൾ നേരിടുമ്പോൾ ആ അച്ഛനമ്മമാർ തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് വരില്ലേ? നിങ്ങൾ വിദ്യാർത്ഥികളാവാം, നിങ്ങൾ പണിക്കാരാവാം, ജോലിക്കാരാവാം, പലരുമാവാം. പലതിനു വേണ്ടി മക്കൾ പുറത്തു പോകുന്നവരാവാം, മാതാപിതാക്കൾ ഉണ്ടാവാം. ഇവരെല്ലാം വീട്ടിൽ നിന്ന് പോകുന്ന അതേ പ്രകാരം തന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീട്ടിൽ നിന്നും പ്രത്യേകിച്ചൊന്നും നമ്മൾക്ക്
നമ്മുടെ ദോഷത്തിനുതകുന്നതൊന്നും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അതുപോലെ വേണം നമ്മൾ പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോൾ. വീടിന്ന് നമ്മൾ എങ്ങനെയാണ് പോയിട്ടുള്ളത്? വീടിന്ന് പോകുമ്പോൾ വീടിൻ്റെ സാഹചര്യങ്ങൾ നമ്മളെ പ്രത്യേകിച്ചൊരു വിഷമത്തിലേക്ക് നമ്മൾ ആഴ്ത്തുന്നില്ല, പ്രത്യേകിച്ചൊരു ദോഷത്തെ നമ്മുടെ ആഴ്ത്തുന്നില്ല, അപ്രകാരം ഒന്നിനെ നമുക്ക് കാണിച്ചു തരുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയി തിരിച്ചു വരുന്ന പക്ഷം പുറത്തേന്ന് വരുന്നതും അവസ്ഥയിലൂടെ തന്നെ ആവണം. അത് നമ്മളെ അമ്മ മാത്രമല്ല പഠിപ്പിക്കുന്നത്, അച്ഛൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്. ബ്രഹ്മവും പരബ്രഹ്മമാകുന്ന പ്രപഞ്ചേശ്വരിയും പ്രകൃതീശ്വരിയും അച്ഛനും നല്ലച്ഛനും നല്ലമ്മയും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ പ്രകൃതി മാതാവ് നമുക്ക് ജന്മം നൽകി. ആ പ്രകൃതിയിൽ, ആ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു. അതാ പ്രകൃതി മാതാവിന് അനുയോജിച്ച രീതിയിൽ നമ്മൾ വളരണം. പ്രകൃതിയിൽ നിന്ന് തരുന്നത് എന്താണോ, ഭൂമിയിൽ നിന്ന് എന്തൊക്കെയാണോ കിട്ടുന്നത്, ആ നല്ല ആഹാരങ്ങളും ഔഷധങ്ങളും സേവിച്ചുകൊണ്ട് നമ്മൾ വളരണം. ആ പ്രപഞ്ചത്തിലേക്ക് തന്നെ നമ്മൾ ആ നല്ലത് കഴിച്ചുകൊണ്ടും ആയതിൽ നിന്നുകൊണ്ട് രസിച്ചുകൊണ്ടും ആയതിൽ നിന്ന് സുഖം അനുഭവിച്ചുകൊണ്ടും നമ്മൾ വീണ്ടും മടങ്ങുന്നത് അവിടേക്ക് തന്നെയാണ്. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വന്ന് നമ്മൾ വീണ്ടും മടങ്ങുന്നത് അച്ഛനിലേക്കും അമ്മയിലേക്കും തന്നെയാണെന്ന് ഉള്ളൊരു ബോധം അങ്ങനെ നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഭൂമിയിൽ തന്നെ ജനിക്കുന്നു, ഭൂമിയിൽ തന്നെ മരിക്കുന്നു, ഭൂമിയിൽ ജനിക്കുന്നു, ഭൂമിയിൽ രമിക്കുന്നു, ഭൂമിയിൽ മരിക്കുന്നു. ഈ മൂന്നും ഒരുപോലെ. ഈ ഒരു ഇടവേളകളിൽ ശുദ്ധബോധം നൽകി നമുക്ക് ജന്മം നൽകി അശുദ്ധബോധരായിക്കൊണ്ട് നമ്മൾ രമിക്കുകയാണെങ്കിൽ ആ അശുദ്ധബോധത്തിൻ്റെ ഗുണം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മടക്കമുള്ളൂ. അതൊരിക്കലും ഒരു മടക്കമല്ല, അത് വീണ്ടും ഒരു തുടക്കം കുറിക്കുന്നതാണ്. അത് നമ്മുടെ അശുദ്ധബോധത്തിന് എന്തെല്ലാം തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളും നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പോകുന്നത് വീണ്ടും ആ കടമ്പയിലേക്ക് കടക്കുവാനായിക്കൊണ്ടും അത് അനുഭവിക്കാനായിക്കൊണ്ടും ആണെന്നും നമ്മൾ അറിയണം. വീണ്ടും നമ്മൾ ജനിക്കും. നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള അക്രമങ്ങളും അനീതിയും ചെയ്തു കൂട്ടിയിട്ടുണ്ട് സമൂഹത്തിനും മനുഷ്യൻ്റെ ദോഷത്തിനും നാശത്തിനും വേണ്ടി. ജീവികൾക്ക് പോലും നമ്മൾ അസൗകര്യമുണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള അവസ്ഥകളുണ്ട്. അവരുടെ കാടുകളിൽ ജീവിക്കുന്ന ജീവികളെ അവരുടെ സ്വൈര്യവിഹാരത്തെ തകർത്തുകൊണ്ട് കാട്ടിൽ നിലകൊള്ളുന്ന വൃക്ഷങ്ങളെയും നശിപ്പിക്കുകയും കാട്ടരുവികളെ നശിപ്പിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള വെള്ളവും അന്നവും കിട്ടാതെ കണ്ട് അവർ നാട്ടിലിറങ്ങുകയും നാട്ടിലുള്ളതിനെ ഭക്ഷിക്കുകയും കൊല്ലുകയും പച്ചയ്ക്ക് തിന്നുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാലം വളർന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ട് നമ്മൾ പഠിക്കണം. നമ്മളെപ്പോലെ തന്നെ മറ്റു ജീവികൾക്കും സ്വൈര്യത്തോട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഒരു ഭരണകൂടം, ഒരു കാടിൻ്റെ ഭരണം നടത്തുന്നൊരു ഭരണകൂടം ആ കാട്ടിലെ വൃക്ഷങ്ങളെ മാത്രം സംരക്ഷിക്കുവാനല്ല അവർക്ക് നിയമം അനുശാസിക്കുന്നത്. ആ കാട്ടിലെ ജീവികളെയും പരിരക്ഷ ആ ഭരണകൂടത്തിന് ഉണ്ടാകണം. അവിടുത്തെ ഒരു ഭരണ ചുമതല കൈവന്നാൽ ആ കാട്ടിലെ വിലപിടിപ്പുള്ള
മരങ്ങളെ ആരുമറിയാതെ വെട്ടി മാറ്റി അത് വിറ്റ് കാശാക്കുന്ന ഭരണകൂടമായി മാറരുത്. ആ കാട്ടരുവികളെ തകർത്തുകൊണ്ട് അവിടെ വലിയ സൗധങ്ങളും അപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ പ്രകൃതി തരുന്നതായിട്ടുള്ള ഉപദേശം അത് വലിയ അപകടങ്ങളിൽ കൂടിയുള്ളതായിട്ടുള്ള അവസ്ഥയെ സൃഷ്ടിക്കുന്ന ഭൂമി പിളരുന്നു. ഉരുൾപൊട്ടലെന്ന ഭാവത്തോടു കൂടി ഭൂമിയുടെ ചെറിയ ഭാഗങ്ങൾ പൊട്ടുന്നു. അതിലൂടെ ഒലിച്ചിറങ്ങുന്ന ചെളിയും വെള്ളവും കൊണ്ട് ഉറങ്ങുന്ന മനുഷ്യരെയും ഉറങ്ങുന്ന കൂടുകളെയും തകർത്തുകൊണ്ട് സംഹാര താണ്ഡവമായി അവർ ഒഴുകി താഴോട്ട് പോകുന്നതും അത് താഴെ ചെന്ന് നിന്ന് വറ്റി വരണ്ടതും ആ വറ്റി വരണ്ട ചെളിയിലും വെള്ളത്തിലും എത്രത്തോളം ജീവനുകൾ ഒടുങ്ങി ഏതൊക്കെ കുടുംബങ്ങൾ ഒന്നടക്കം പോയി, ഏതൊക്കെ കുടുംബങ്ങളിൽ ഓരോന്ന് ബാക്കിയായി. അച്ഛൻ പോയവരുണ്ട്, അമ്മ പോയവരുണ്ട്, മക്കൾ പോയവരുണ്ട്, സഹോദരി പോയവരുണ്ട്, സഹോദരൻ പോയവരുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് പോലും ആർക്കെങ്കിലും എന്തെന്നെങ്കിലും ഒരു തോന്നൽ കൈവന്നിട്ടുണ്ടോ? ഇല്ല. പ്രകൃതി ഓരോന്നും കാണിച്ചു കൊടുത്തുകൊണ്ടും രോഗങ്ങളായിക്കൊണ്ടും മറ്റും കാണിച്ചുകൊണ്ടും ഇവിടെ നമ്മളറിയിച്ചുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ല. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും അമ്മേ മഹാദേവി എല്ലാവരുടെയും എല്ലാ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വരവിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ്സുള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി എന്ന പ്രാർത്ഥനയോടുകൂടി ഏവർക്കും പ്രണാമം, നമസ്കാരം.